ഇന്ന് നമുക്ക് കേരളത്തിന്റെ തനത് ഗ്രാമഭംഗിയുടെ സൗന്ദര്യവും പ്രൗഢിയും ഉയർത്തി നിൽക്കുന്ന ആയിക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം വരെ ഒന്ന് പോയി വരാം. കോതമംഗലത്ത് നിന്നും വെറും 5 കിലോമീറ്റർ ദൂരത്തിൽ നാഗഞ്ചേരി വഴി കോട്ടപ്പടി റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട തൃക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തനത് തനിമയും സംസ്കാരവും എല്ലാം വിളിച്ചോതുന്ന ക്ഷേത്രക്കുളവും ആൽമരവും കൽപ്പടവുകളും കൊട്ടാരവുമെല്ലാം മഹാദേവനെ കാണുവാൻ വരുന്ന ഭക്തരുടെ മനസ്സിന് ആനന്ദഭരിതമാക്കുന്ന കാഴ്ചകളാണ്. കിഴക്കുനിന്നും പ്രവേശിക്കുമ്പോൾ കേരള തനിമയും പഴക്കവും വിളിച്ചോതുന്ന ക്ഷേത്രക്കുളവും കുളപ്പുരയും കാണാം. നിത്യവും ഈ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച ആയക്കാട്ടപ്പനെ നമിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും അവരുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആയക്കാട്ടപ്പന്റെ അനുഗ്രഹം എന്നും ഈ നാട്ടിൽ കുടികൊള്ളുന്നു. ക്ഷേത്രക്കുളത്തിൽ നിന്നും 2 കൽപ്പടവുകൾ കയറി വേണം ക്ഷേത്രമുറ്റത്തെത്തുവാൻ. ആദ്യത്തെ കൽപ്പടവിനോട് ചേർന്ന് വലതുവശത്തായി നിത്യവും വിളക്ക് വയ്ക്കുന്ന പഴക്കമേറിയ ഒരാൽമരമുണ്ട്. ഈ കൽപ്പടവുകളിലും ആൽമര ചുവട്ടിലുമെല്ലാം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം ഉന്മേഷം ലഭിക്കുന്നു. വടക്കും കിഴക്കും നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങളും നീർച്ചാലുകളുമെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ഹരിതാഭം നിറഞ്ഞ ഒരു ദൃശ്യാനുഭൂതി നൽകുന്നതോടൊപ്പം അവിടെ നിന്നും വരുന്ന ഇളം കാറ്റ് നമ്മുടെ മനസ്സിനെ തന്നെ ഉന്മേഷഭരിതമാക്കുന്നു. ആദ്യത്തെ കൽപ്പടവുകൾ കയറി ചെല്ലുമ്പോൾ വലതുവശത്തായി ക്ഷേത്ര കൊട്ടാരവും അതിനോട് ചേർന്ന് സർപ്പപ്രതിഷ്ഠയുമുണ്ട്. പഴമയുടെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്ന വിധത്തിലാണ് ഈ കൊട്ടാര നിർമ്മിതി. ഈ കൊട്ടാരമായിരുന്നു പണ്ട് ക്ഷേത്ര ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ വരുന്ന പൂജാരിമാർക്കെല്ലാം താമസിക്കുവാൻ വേണ്ടി ഇപ്പോഴും ഈ കൊട്ടാരം ഉപയോഗിച്ചു പോരുന്നു. ഈ കൊട്ടാരത്തിന്റെ വലതുവശത്തായിട്ടാണ് സർപ്പപ്രതിഷ്ഠയുള്ളത്. ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തായി സർപ്പപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രവും. എല്ലാ മലയാള മാസവും ആയില്യം നാളുകളിൽ ഇവിടെ പ്രത്യേക പൂജ നടത്തി വരാറുണ്ട്. സർപ്പപ്രീതിക്കായി 100 പാലുമാണ് പ്രധാന വഴിപാടായി നടന്നു വരുന്നത്. രണ്ടാമത്തെ പടവുകൾ കയറി ചെന്നെത്തുന്നത് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ്. അവിടെ നിന്ന് നോക്കിയാൽ മഹാദേവനെ കണ്ടു തൊഴുക. സന്ധ്യാസമയങ്ങളിൽ ക്ഷേത്രത്തെ ദീപങ്ങളാൽ പ്രശോഭിതമാക്കുവാൻ ഒരു വലിയ കൽവിളക്കും ഈ തിരുമുറ്റത്തുണ്ട്. സന്ധ്യാസമയങ്ങളിൽ ഈ കൽവിളക്കും ചുറ്റുവിളക്കുമെല്ലാം ജ്വലിച്ചു നിൽക്കുന്നതും ആ ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മഹാദേവന്റെ തിരുരൂപവുമെല്ലാം നമ്മുടെ ആത്മാവിനെ ചൈതന്യപൂർണ്ണമാക്കുന്നു. ഉഗ്രകോപിയായ മഹാദേവൻ ദീപപ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്നത് കാണുന്നത് തന്നെ മനസ്സിനൊരു സന്തോഷവും ഊർജവുമേകുന്ന കാഴ്ചയാണ്. ക്ഷേത്രത്തിന്റെ വലതുവശത്തായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ഷേത്ര ഓഫീസും വഴിപാട് കൗണ്ടറുമുണ്ട്. ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തു നിന്നും വലം വച്ച് ഇടത്തോട്ട് പോകുമ്പോൾ തെക്കു പടിഞ്ഞാറേ മൂലയിലായി ഉപദേവ പ്രതിഷ്ഠയായ ഗണപതിയും ഉപദേവതാ പ്രതിഷ്ഠയായ ദുർഗയുമുണ്ട്. അവിടെ നിന്നും പടിഞ്ഞാറേ ഗോപുര നടയും കഴിഞ്ഞ് വടക്കുവശത്തൂടി വന്ന് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ പ്രവേശിക്കാം. പടിക്കെട്ടുകൾ കയറി ബലിക്കല്ലും ചുറ്റമ്പലവും കഴിഞ്ഞ് ശ്രീകോവിലിന്റെ മുൻപിൽ ചെന്ന് ഉഗ്രകോപിയായ മഹാദേവനെ കണ്ടു തൊഴുക. ശ്രീകോവിലിന് വലം വച്ച് ഇടത്തോട്ട് പോകുമ്പോൾ ആദ്യം ഹനുമാൻ സ്വാമിയുടെ ആരാധനാലയം നമുക്ക് കാണാം. അവിടെ എല്ലാ മാസവും പൗർണമി നാളിൽ പ്രത്യേക പൂജയുമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലായി ഗണപതിയുടെയും ശാസ്താവിന്റെയും ഉപപ്രതിഷ്ഠയുമുണ്ട്. മഹാദേവന്റെ ഇഷ്ട വഴിപാടുകളായ ധാരയും പായസ നിവേദ്യവും കൂവളമാല സമർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. വെളുപ്പിന് 5:30 നട തുറന്ന് 10:10 നടയടയ്ക്കുന്നു. വൈകുന്നേരം 5:30 നട തുറന്ന് ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം 7:30 ഇവിടെ നടയടയ്ക്കും. ഊരാഴ്മ ദേവസ്വത്തിന് കീഴിലുള്ളതാണെങ്കിലും ഇവിടുത്തെ ഭരണം നടത്തുന്നത് ഈ നാട്ടിലുള്ള ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ മേൽനോട്ടത്തിലാണ്. കമ്മിറ്റി അംഗങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര മേൽനോട്ടത്തിലും ക്ഷേത്രത്തിന്റെ വളർച്ചയിലും സജീവമായി പങ്കുകൊള്ളുന്നുണ്ട്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയുടെ പ്രധാന കാരണവും. ഉഗ്രകോപിയായ മഹാദേവന്റെ പ്രതിഷ്ഠയായതിനാൽ വിവാഹം പോലുള്ള ചടങ്ങുകൾ ക്ഷേത്രമുറ്റത്ത് നടത്താറില്ല. അതിനു പകരമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഒരു ഓഡിറ്റോറിയം വടക്കുവശത്തുണ്ട്. റോഡിൽ നിന്നും നേരെ പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഈ ഓഡിറ്റോറിയവും നിർമ്മിച്ചിട്ടുള്ളത്.
ക്ഷേത്രത്തോടനുബന്ധിച്ച് സ്റ്റേജും വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇവിടെ ദേവന്റെ തിരുവുത്സവം ആഘോഷിക്കുന്നത്. കുംഭമാസത്തെ രോഹിണി നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ അവസാനിക്കുന്ന വിധം 3 ദിവസമാണ് ഇവിടെ ഉത്സവം ആഘോഷിച്ചു വരുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 7 ദിവസത്തെ സപ്താഹയജ്ഞവും ഇവിടെ നടത്താറുണ്ട്. നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇവിടെ ഉത്സവങ്ങൾ ആഘോഷിച്ചു പോരുന്നത്. ഉത്സവ നാളുകളിൽ ഭക്തജനങ്ങളുടെ വളരെ വലിയൊരു സഹകരണമാണ് നമുക്കിവിടെ കണ്ടുപോരുന്നത്. ആയക്കാട് ദേവീ പ്രതിഷ്ഠ കുടികൊള്ളുന്ന കാവും ഈ ക്ഷേത്രത്തോട് സമീപത്താണുള്ളത്. മലയാള മാസം 1-ാം തീയതികളിൽ ഇവിടെ നട തുറന്ന പൂജയുമുണ്ട്. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആഘോഷിക്കുന്നത്. താലപ്പൊലിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി ആയക്കാട്ടപ്പന്റെ സന്നിധിയിൽ നിന്നും എതിരേൽപ്പോടുകൂടി ആയക്കാട്ട് കാവിലേക്ക് ഘോഷയാത്ര നടത്തിവരുന്നു. ഇതിനെല്ലാം പുറമെ കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും, മണ്ഡലമാസത്തിൽ കെട്ടുനിറയും പാനകപൂജയും, ധനുമാസത്തിൽ തിരുവാതിര കളിയുമെല്ലാം ഭക്തജനങ്ങളുടെ സുമനസ്സോടെയും സഹകരണത്തോടെയും മുടങ്ങാതെ നടത്തിവരുന്നു. ഇവിടെ നിന്നും അടുത്തായി മതിലേപ്പറമ്പ് ശിവക്ഷേത്രം, തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം, ഇടനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ചിറ്റേക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്നിങ്ങനെ വിവിധ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു. അതിരാവിലെ മഹാദേവനെ ഉണർത്തുന്ന സുപ്രഭാതത്തോടുകൂടി ഇവിടുത്തെ സജ്ജനങ്ങളും അവരുടെ ദിവസം ആരംഭിക്കുന്നു. ആയക്കാട്ടപ്പന്റെ ചൈതന്യത്തിൽ ഇവിടം എന്നും സുന്ദരമായും സമ്പൽ സമൃദ്ധിയോടും കൂടി മുന്നോട്ടു പോകുന്നു.